ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിക്സ് മീഡിയയുടെ വീക്കെൻഡ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തായിഫിലാണ്. തായിഫിലെ ജബൽ ദക്ക ഏതാണ്ട് അൽഷഫ എന്ന ഒരു പർവ്വതനിരയിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രം വളരെ ഏറ്റവും ഉയരമുള്ള ഒരു പർവ്വതമാണ് ജബൽ ദക്ക. അതിന് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനൊറ്റക്കല്ല, നമ്മുടെ ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു കുക്കിംഗ് പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. മുസ്തഫ, പിന്നെ മിസ്റ്റർ ജലീൽ, പിന്നെ മുഹമ്മദ് അലി, പിന്നെ നമ്മുടെ സ്വന്തം നിയാസ് ചെറിയ പണിയിലാണ്. ഏതാ നമുക്ക് നോക്കാം. കണ്ടോ, തക്കാളിയൊക്കെ അരിഞ്ഞുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെയാണ് ടൈം. അപ്പോൾ അവർ കുറച്ച് ചിക്കനൊക്കെ കരുതിയിരുന്നു. അപ്പോൾ അതിനുള്ള എന്തോ മോമാലിൻ്റെ എന്തോ ഒരു ഐറ്റമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മോമാലിൻ്റെ ഏതാണ്ട് ചിക്കൻ കടായിയോ അങ്ങനെയൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, അപ്പോൾ അവൻ്റെ രീതിയിൽ അവന് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ നിയാസ് തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ പോയിട്ട് നോക്കാം. കാരണം അപ്പോൾ ഇതൊക്കെയാണ്. കണ്ടോ, അപ്പോൾ ഈ ഒരു ഭാഗമാണ്, അത് കണ്ടോ, ആ കാണുന്നതാണ് ജബൽ ദക്ക. ഞങ്ങൾ ഏതാണ്ട് അതിന് മുകളിലാണ്, കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ തായിഫിൽ ഏറ്റവും തണുപ്പ് കിട്ടുന്ന അൽഷഫിനെക്കാട്ടിലും തണുപ്പ് വരുന്ന ഒരു സ്ഥലമാണ്. കാരണം അത്രയും ഉയരത്താണിത് ജബൽ ദക്ക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോമലിൻ്റെ സ്പെഷ്യലാണെന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ചൊരു മസാല, ആ ചിക്കനൊന്ന് വലിച്ചെടുക്കാൻ. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാലോ, അത് ചിക്കൻ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാനുള്ള ഒരു സംഭവം, അത്രേ ഉള്ളൂ. നമുക്കറിയാലോ, കടായി ചിക്കനൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാറ്, ജസ്റ്റ് ഒരു മാരിനേഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നിയാസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പത്താണ് ഞങ്ങളിവിടെ കിടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമുണ്ട്, നല്ല തണുപ്പാണ് ഇവിടെ നമ്മളപേക്ഷിച്ച്. അപ്പോൾ ഇത് റെഡിയായി ഇനി ഇതൊന്നും. അപ്പോൾ തായിഫ് എന്ന് പറയുന്നത് ഞങ്ങളെ സൗദിയിലൊക്കെ നിൽക്കുന്നവർക്ക് ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. നല്ല തണുപ്പും പിന്നെ ഇതുപോലുള്ള പച്ചപ്പും എല്ലാ സംഗതികളും കേട്ടോ. ഏതാണ്ട് നല്ല തണുപ്പ് തുടങ്ങുന്ന ടൈമാണ്. കേട്ടോ, നല്ല രസമുള്ള സ്ഥലമാണ്, അടിപൊളി. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളൊന്നിങ്ങനെ വെറുതെ ഒരു സംഭവമായിട്ട് പുറത്തിറങ്ങിയതാണ്. വെയിലിങ്ങനെ ഉദിച്ച് വരുന്നിറങ്ങാം. ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഞങ്ങളെ ആ സ്റ്റൗ ഉണ്ടല്ലോ, ചെറിയ സ്റ്റൗ, അതവിടെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറ്റിൻ്റെ ചെറിയ ശല്യം ഇല്ലാത്ത കാരണം തന്നെ ജലീൽ അത് കാറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഈ രൂപത്തിലൊന്നിങ്ങനെ കാർട്ടൂണൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ മറക്കണം. ഒപ്പം നമ്മുടെ മുസ്തഫയുണ്ട് സഹായത്തിന്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിയാസ് ഓരോന്ന് അപ്പോൾ നമ്മുടെ ചിക്കനെ റെഡി ആയിട്ടുണ്ട്.
അത് കുഴപ്പമില്ല, പൂച്ചകളൊക്കെ നമ്മൾ ഓടിക്കും. അതിലും വലിയ പൂച്ചയായ ജലീലൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ കണ്ടോ. ഇത് പൂർണ്ണമായിട്ടില്ല കേട്ടോ, കുക്കിങ് പൂർണ്ണ രൂപത്തേക്ക് എത്തിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ കടായിക്ക് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ റെസിപ്പിക്കൊന്നും വലിയൊരു പ്രാധാന്യമില്ല, കാരണം ഞങ്ങൾ ഒരു കുക്കിങ് എന്ന് മാത്രം. ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതൊന്ന് കാണിക്കുക എന്ന് കരുതി, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അത് ഇപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളി ചൂടായതിനു ശേഷം നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, അത് തന്നെ യൂസ് ചെയ്തത്, കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ നമ്മൾ ഇതിനുള്ള വേണ്ട കടായിക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. അത് നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് അലി തന്നെയാണ് നേതൃത്വം. ഹുമാൽ ഞാൻ ഇത് ആ ജബൽ ദക്കയിലേക്കുള്ള ചുരമാണ് കേട്ടോ. അവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ? വണ്ടി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയുടെ അല്ലേ? കറിവേപ്പില അടുത്തായിട്ട് ഉള്ളി ഇടാം. മിനി ഊട്ടി തന്നെയാണ് അല്ലേ? അപ്പം ഇവിടെ വെച്ചാണ്ട് കറക്റ്റാ ഒരാളോടെ ഒരാളിവിടെ അപ്പൊ ഏതാണ്ട് ആയി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് വാടി വരാണ്ടല്ലേ? ആ ഉണ്ട്. അപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ ചേർത്ത് ക്യാപ്സിക്കനും എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് റെസിപ്പിക്ക് വലിയ പ്രാധാന്യം കൊടുക്കണില്ല, ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഇപ്പോൾ ഉണ്ടാക്കാൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ പൊരിച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മളെ മോമാലി തന്നെയാണ് ചെയ്യുന്നത്. ഇട്ടോളൂ. യെസ്, ഭംഗി നടന്ന് നല്ല മിക്സ് ചെയ്യും. മുസ്തഫ മിക്സ് ചെയ്യും. അപ്പം നീ അതിൽ കച്ചപ്പ് ആഡ് ചെയ്യണം. കച്ചപ്പ് ഇട്ടാലേ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തും അല്ലേ? നമ്മുടെ കടായി അങ്ങനെയാണല്ലോ. മുസ്തഫ ചെറിയ സ്റ്റൗവാണ്. കുരുമുളക് പൊടി കുറച്ച്.
നിയാസ് തകൃതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷം നല്ല ഭംഗിയിലായിട്ടുണ്ട്. ആഹാ, വാവ്, അങ്ങനെ പൊളിച്ചില്ലേ. ഇത് നമ്മളെ മുഹമ്മലി കേട്ടോ, മുഹമ്മലിൻ്റെ സെറ്റപ്പാണ്. ഓക്കെ, ഞങ്ങളിതേ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും കഴിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ട് മയമാലിയ? മയമാലി വെച്ചാണ്. മയമാലിനോട് ചോദിക്കും എന്ത് കാര്യമല്ല, നമ്മളാണ് എൻ്റെ അഭിപ്രായം. അടിപൊളിയാ. സംഗതി കിടലായി, ഇനി കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിത് ഫുള്ള് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വ്ലോഗിൽ കാണാം.